ഗൈസ്, ഞാൻ റമദാൻ സീരീസിൽ ഫസ്റ്റ് വീഡിയോ ഒരു അലീസിന്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അലീസിന്റെ വീഡിയോക്ക് താഴെ ഇങ്ങനെ ഒരു കമന്റ് ഉണ്ട്. ഇതാണ് കമന്റ്: എന്റെ വീട്ടിൽ എത്തിക്കുമോ, ഡെലിവറി ഉണ്ടോന്ന് വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനൊരു കമന്റ് കണ്ടപ്പോൾ ഞാനത് ആ സമയത്ത് തിരക്കപ്പെട്ട് കാര്യമാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു കമന്റ് കണ്ടത്. ഏതായാലും ആ പ്രൊഫൈല് കയറി നോക്കിയപ്പോ ഇതാണ് മുതല്, നമ്മളെ മൻസൂർ ചെമ്മല. അപ്പോ മൂപ്പര് അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞാൽ നമ്മളത് സാധിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? മൻസൂർ ചെമ്മലനെ അറിയാത്തൊരു വളരെ കുറവായിരിക്കും. മൂപ്പരാണ് നമ്മളോട് ചോദിച്ചത് അലീസ വീട്ടിൽ എത്തിച്ചു തരുമെന്ന്. അപ്പൊ ഏതായാലും ഈ അലീസിന്റെ ടീം വീട്ടിൽ എത്തിച്ചു കൊടുക്കൂല. അപ്പൊ നമ്മളെ സന്തോഷത്തിന് മൂപ്പരായിട്ടുള്ള കണക്ഷന്റെ പേരിൽ നമ്മളത് കൊണ്ടുപോയി കൊടുക്കാൻ പോവാണ്. അപ്പൊ എവിടുന്നെങ്കിലും വാങ്ങിയിട്ട് കാര്യമില്ല, നമ്മളെ തലക്കടുത്തു നിന്ന് മലബാർ ടേസ്റ്റിന്റെ അലീസ് തന്നെ വാങ്ങണം. അത് വാങ്ങിയിട്ട് മൂപ്പരെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുക. മൂപ്പര് നാട്ടിലില്ല, മൂപ്പരെ വീട്ടിൽ കമ്പത് കൊണ്ടുപോയി കൊടുക്കാൻ പോവാം കേട്ടോ. അങ്ങനെ ഗൈസ്, നമ്മൾ മലബാർ ടേസ്റ്റിന്റെ അലീസ് വാങ്ങാൻ വേണ്ടി തലക്കെടുത്തൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. ആശിക അങ്ങോട്ട് പോണ്ട, അങ്ങോട്ട് അവരോട് വേണ്ട. അത് വേറെ നമ്മളെ മൻസൂർ ചെമ്മല എന്ന് പറഞ്ഞ ആളുകളാണ്. അങ്ങനെ നമ്മള് മൻസൂർ ഭായിക്കുള്ള അലീസ വാങ്ങിയിട്ടാ. മട്ടനുണ്ട്, കുട്ടനുണ്ട്, ചിക്കൻ ഉണ്ട്. ഏതായാലും മൻസൂർ ഭായിന്റെ ഫാമിലി ഹാപ്പി ആവുമെന്ന് നമ്മൾ വിചാരിക്കണം. കൊണ്ടുപോയി കൊടുക്കാൻ പോകണം. അങ്ങനെ നമ്മൾ മൻസൂർ ഭായിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോ തന്നെ മൻസൂർ ഭായിന്റെ മോനും ഉപ്പൊക്കെ ഇങ്ങനെ ഗേറ്റിന്റെ ഒക്കെ കാത്തു നിൽക്കാട്ടാ. അസ്സലാമു അലൈക്കും. എൻ്റെ ഉപ്പച്ചിന്റെ പേരാ മൻസൂർക്ക. ഓതാ മൻസൂർക്ക മോൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പതാ പിടിച്ചട്ടാ, മുടിക്ക് പിടിച്ചോ? ഇല്ല. അസ്സലാമു അലൈക്കും. ഓട്ടെന്നാല് അത് തിരൂര്. അപ്പൊ ഏതായാലും സന്തോഷമായി. മൻസൂർ ഭായിന്റെ മോനെയും കണ്ട് ഉപ്പാനെയും കണ്ട് മോന്റെ കയ്യിൽ സാധനം ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇനി മടങ്ങുകയാണ്. അപ്പൊ ഓക്കെ, ബൈ ഫ്രം ജാബിർ UBS.